നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നീറ്റ് കീം ഇപ്പം +2 കഴിഞ്ഞിട്ടുള്ളവരുടെ ഒരു 70% പേരുടെയും മുമ്പിൽ എൻട്രൻസുകളുടെ പൊടിപൂരമാണ്. നീറ്റ് കീം, NDA എല്ലാം എൻട്രൻസുകളുടെ ബഹളമാണ്. മെയ് 5-ാം തീയതി നീറ്റാണ്, ഏപ്രിൽ 21-ാം തീയതി NDA 1 ഉണ്ട്. അത് കഴിയുമ്പോൾ കീമിൻ്റെ എക്സാം. അന്നേരം എൻട്രൻസുകളുടെ പല രീതിയിലുള്ള എൻട്രൻസ് എഴുതുന്ന കുട്ടികളുണ്ട്, എല്ലാ എൻട്രൻസുകളും എഴുതുന്ന ശ്രമിക്കുന്ന കുട്ടികളുണ്ട്, ഒരെണ്ണം മാത്രം പക്കാ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. എനിക്ക് പൊതുവേ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, അത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇത് വളരെ ഉപകാരപ്പെടും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നീറ്റ് കീം, PCB PCM. PCM ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, ഫിസിക്സ് കെമിസ്ട്രി മാത്സ്. ഇതാണ് നീറ്റും കീമും. നിങ്ങൾ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക. രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട 2 സബ്ജക്റ്റ്, ഒഴിവാക്കാൻ ഒരിക്കലും പറ്റാത്ത 2 സബ്ജക്റ്റാണ് ഫിസിക്സും കെമിസ്ട്രി. ബാക്കി 2 എണ്ണത്തിനൊരു സമാധാനമുണ്ട്. കാരണം NCERT എന്ന് പറയുന്ന പുസ്തകം ഒരു 99% കുട്ടികളും +2 പഠിക്കുമ്പം 99.9% കുട്ടികൾ NCERT ടെക്സ്റ്റ് നോക്കിയിട്ടായിരിക്കത്തില്ല പഠിക്കുന്നത്. അല്ലാതെ സിമ്പിളായിട്ടുള്ള നോട്ട്സും നമ്മൾ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് വളരെ സിമ്പിളായിട്ട് പഠിച്ചു പോകും. പക്ഷേ ഈ NCERTയുടെ ഗുണം അല്ലെങ്കിൽ ഇത് എത്രമാത്രം ഉപയോഗപ്രദമാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ എൻട്രൻസിലോട്ട് കയറുമ്പോഴാണ്. തൂത്തുവാരി എൻട്രൻസിന് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണം ബോട്ടണി, സുവോളജി. എൻട്രൻസിന് ആ ടെക്സ്റ്റിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് അതിന് PDF പോലെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചാലും 1000കണക്കിന് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചാലും ഓക്കെയാണ്. പക്ഷേ NCERT ബേസ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. അത് പഠിക്കുന്ന എല്ലാ നീറ്റ് ആസ്പിറൻറ്റും കീം ആസ്പിറൻറ്റും എല്ലാം ഓർത്തിരിക്കേണ്ടതാണ്. NCERT ബേസ് ചെയ്ത് വേണം പഠിക്കാൻ. NCERTക്ക് പുറത്തുനിന്ന് ചോദ്യങ്ങൾ ഇല്ല, അത് 100% ഉറപ്പാണ്. NCERTയിൽ നിന്ന് പുറത്തുനിന്ന് ചോദ്യങ്ങളില്ല. പക്ഷേ NCERT ടെക്സ്റ്റിനകത്ത് നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. ഫിസിക്സിന് 2 ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം +1 +2 ആണെങ്കിൽ ഫിസിക്സിന് 4 ടെക്സ്റ്റ് കാണും, കെമിസ്ട്രിക്ക് 4 ടെക്സ്റ്റ് കാണും. നിങ്ങൾക്കത് മൊത്തവും വായിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനെ അതുമായിട്ട് ബേസ് ചെയ്ത് പഠിപ്പിക്കുന്ന, ഇപ്പം ഞാൻ NCERT ആയിട്ട് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസാണ് ഫിസിക്സിൻ്റെ ചെയ്യിപ്പിക്കുന്നത്. കെമിസ്ട്രി ചെയ്യിപ്പിക്കുന്ന NCERT ആയിട്ടുള്ളതാണ്. ഇപ്പോൾ കെമിസ്ട്രിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കെമിസ്ട്രിയുടെ ഇപ്പം ഓർഗാനിക്കിൻ്റെ ആണെങ്കിൽ നെയിമിംഗ് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ലപോലെ എടുത്തു തരുന്നൊരു അധ്യാപകനുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ ക്ലിയറായി. ഇപ്പം ഫിസിക്സ് നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുകയാണ്, ജസ്റ്റ് നിങ്ങളൊരു പ്രോബ്ലം ചെയ്യാമെന്ന് വിചാരിക്കുക. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 3 വട്ടം നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്കത് അതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആൻസർ കീ അല്ലെങ്കിൽ ആൻസർ വരുന്ന രീതികൾ എല്ലാം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് പലപ്പോഴും നിങ്ങൾക്ക് അത് തനതാൻ ചെയ്യുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അതിൻ്റെ കൺസെപ്റ്റും ബേസും നിങ്ങൾക്കില്ല. നിങ്ങൾ ആദ്യം പോയി അതിൻ്റെ തിയറി അല്ലെങ്കിൽ അത് മനസ്സിലാക്കി, അത് കാണാപ്പാടം പഠിക്കുമല്ലോ, മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം വീണ്ടും ആ പ്രോബ്ലം ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. ഇത് മാജിക്കൊന്നുമല്ല, ഇത് കൃത്യമായ കാര്യങ്ങളാണ്. എൻട്രൻസ് നീറ്റും കീമും എഴുതിയിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് പറയട്ടെ ഇങ്ങനല്ല നിങ്ങൾ അവർ ചെയ്തിട്ടുള്ളത്, ഇവരെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അന്നേരം അവർ കാണുന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് നമുക്കറിയാം, കൃത്യമായിട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അന്നേരം NCERTയെ ബേസ് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതൊന്നും വലിയ കാര്യങ്ങളില്ല. കാരണം അതിന് ഇച്ചിരി ടഫായിരിക്കും ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഫിസിക്സിൻ്റെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഞാൻ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് 1000കണക്കിന് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം കെമിസ്ട്രി രാഹുൽ സാർ എടുക്കുന്നത് വളരെ സിമ്പിളായിട്ടായിരിക്കും ഓർഗാനിക്കും ഇൻഓർഗാനിക്കും ഒക്കെ എടുക്കുന്നത്. അതങ്ങനെ പോട്ടെ, കാരണം കെമിസ്ട്രി അങ്ങനെയുള്ള രീതിയിലാണ്. ഫിസിക്സ് പക്ഷേ ടഫായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുമ്പം, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. പക്ഷെ ആ ബുദ്ധിമുട്ട് കഷ്ടപ്പെടുമ്പോഴാണല്ലോ നമുക്ക് ഈ പറഞ്ഞ പോലെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഞാൻ അതിന് മുമ്പ് ഒരു ബേസും കൺസെപ്റ്റ് ഇട്ട് വെച്ചേക്കും. ആ ഒരു പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ എടുത്തുള്ളൂ. നിങ്ങളും അങ്ങനെ വേണം പഠിക്കാൻ. അന്നേരം ഈ ഒരു കാറ്റഗറിയിൽ പഠിച്ചാൽ, ഈ ഒരു രീതിയിൽ, ഒരു പാറ്റേണിൽ പഠിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം വെയിറ്റേജ് കൂടുതൽ മാത്സിനും മറ്റേന് നീറ്റിന് ബയോളജിക്കുമാണ്. നല്ലപോലെ മാർക്ക് കിട്ടുന്നു അതിന് തന്നെയാണ്. പക്ഷേ ക്രൂഷ്യൽ വിഷയങ്ങളാണ് ഫിസിക്സും കെമിസ്ട്രി. അന്നേരം നമ്മൾ പഠിക്കുന്ന അവേഴ്സ് ഇനി, ഇപ്പോൾ നീറ്റാണെങ്കിൽ, ഇപ്പോൾ അടുത്ത് വരുന്ന നീറ്റാണെങ്കിൽ നിങ്ങൾ അവേഴ്സ് ഇനിയും കൂട്ടുക. 10-28 ദിവസമേ ഉള്ളൂ. ഇപ്പോൾ 12 മണിക്കൂർ എന്നുള്ളത് 14 മണിക്കൂറാക്കിയാൽ നമ്മുടെ സ്വപ്നം നമ്മൾ എത്തിപ്പിടിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടണം. അന്നേരം നിങ്ങൾ ആദ്യം, ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ കണ്ണെന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ടെക്സ്റ്റുകൾ പഠിക്കുന്നതിനെക്കാട്ടിൽ NCERT, ചിലപ്പോൾ എല്ലാവരും പറയും NCERT വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യും. ഇപ്പം ഞാൻ പക്ക NCERTയുടെ
ടെക്സ്റ്റിനകത്തു നിന്നുള്ള ന്യൂമറിക്കൽസ്, ടഫായിട്ടുള്ള ന്യൂമറിക്കൽസ് സിമ്പിളായിട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ഞാൻ ചെയ്യുന്നത്. അന്നേരം കുറച്ച് ഈ പറഞ്ഞ പോലെ കഷ്ടപ്പാട് കാണും. പക്ഷേ ആ കഷ്ടപ്പാടുന്നതിനൊരു 100% ഫിസിക്സിന് 100% മാർക്ക് കിട്ടും. അത് കെമിസ്ട്രി നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം പറയും NCERT മാത്രം ഫോളോ ചെയ്യുക. കാരണം നമുക്കറിയാം ഇങ്ങനെ റാങ്ക് കിട്ടുന്ന കുട്ടികൾക്കും എല്ലാം ഇതാണ്. അത് നിങ്ങളും മെയിൻലി ഫോക്കസ്ഡ് ഓൺ NCERT ഫോക്കസ് ചെയ്ത് നല്ലപോലെ പഠിക്കുക. അതിൻ്റെ സിലബസ് വെച്ച് അതിൻ്റെ സിലബസിൽ നിന്ന് വേറെ ഒരു ടോപ്പിക്കും NCERTൻ്റെ വെളിയിൽ നിന്ന് ഒരിക്കലും, ഇപ്പോൾ ഡിലീറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചൊക്കെ നമുക്ക് കീമിനെ കുറിച്ചൊക്കെ പല കാര്യങ്ങളും വരുന്നേ ഉള്ളൂ, അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. എന്നാൽ പോലും ഈ ടോപ്പിക്കിൽ നിന്ന് അപ്പുറത്തേക്കൊരു ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കില്ല, അത് ഉറപ്പാണ്, ഗ്യാരൻറ്റിയാണ്. അത് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള വീഡിയോസും മോട്ടിവേഷനായിട്ടുള്ള വീഡിയോസും, കാരണം ഏറ്റവും ആവശ്യമാണ് മോട്ടിവേഷനായിട്ടുള്ള വീഡിയോസ്. പഠിത്തം മാത്രമല്ലോ, ഒരു അത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വൈവ് കിട്ടുന്ന വീഡിയോസൊക്കെ ഉറപ്പായിട്ടും ചെയ്യും. അങ്ങോട്ട് പോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ കീമിൻ്റെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. NDAയുടെ ആയാലും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.